നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ശക്തമായി എതിർത്തു. കേസിലെ പ്രതികളായ സതീഷ് കുമാർ, PR അരവിന്ദാക്ഷൻ, CK ജിൽസ് എന്നിവരുടെ ജാമ്യാപേക്ഷ 29ലേക്ക് മാറ്റി. പ്രതികൾക്ക് എതിർവാദങ്ങൾ ഹാജരാകാൻ ജസ്റ്റിസ് CS ഡയൻസിന്റെ ബെഞ്ച് അനുമതി നൽകിയിട്ടുണ്ട്. ഇഡിക്ക് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ കുറ്റകൃത്യത്തിൽ സതീഷ് കുമാറിന്റെ നിർണായക പങ്ക് ചൂണ്ടിക്കാട്ടി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായി ദുബായിലേക്കുള്ള ജയരാജൻ എന്ന സുഹൃത്തിൽ നിന്നുള്ള ഫണ്ടാണ് കുമാർ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. 4 കോടി എന്ന് ED പറയുന്നു. ഫണ്ടിന്റെ ഉറവിടം ചോദിച്ചു ചെന്നപ്പോൾ അദ്ദേഹം തന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് ജയരാജനിൽ നിന്ന് ഒരു കത്ത് പോലും നൽകി. ഇത്തരം നടപടി കളങ്കിത ഫണ്ടുകളെ നിയമാനുസൃതമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ സൂചിപ്പിക്കുന്നുവെന്നും സതീഷ് കുമാറിന് 14 കോടി നൽകിയെന്ന് PP കിരൺകുമാറിന്റെ മൊഴി വെളിപ്പെടുത്തിയെന്നും സുന്ദരേശൻ കൂട്ടിച്ചേർത്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ മൊഴിയുടെ തെളിവായി ഉപയോഗിക്കാൻ അനുവദിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ നിയമത്തിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി. തങ്ങൾക്കെതിരെ വാക്കാലുള്ള നിവേദനങ്ങൾ മാത്രമേ നിലവിലുള്ളൂ എന്ന ഹർജിക്കാരുടെ വാദത്തെ EDയുടെ അഭിഭാഷകൻ എതിർത്തു. തുടർന്നാണ് പ്രതികൾക്ക് എതിർവാദങ്ങൾ ഉന്നയിക്കാനായി ഹർജി മാറ്റിയത്.